നവ്യ ചെക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട് 1.5 മാസത്തിൻ്റെ. യൂട്രസ് നല്ലോണം ചുരുങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. ഇനിയിപ്പം ബേബിയുടെ ചെക്കപ്പിനായിട്ട് പീഡിയാട്രീഷ്യൻ്റെ അടുത്തോട്ട് വിടുകയാണ്. വാക്സിനേഷൻ എടുക്കണമല്ലോ. ജേക്കബ് സാർ വന്നല്ലോ. എന്തുണ്ട് നവ്യ വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കും. കൊച്ചിൻ്റെ മുഖത്താണെങ്കിൽ കാജലും പൗഡറും ഒക്കെ ഇട്ട് അങ്ങ് ഓവർ ആക്കിയിട്ടുണ്ടല്ലോ. അത് പിന്നെ പണ്ട് തൊട്ടേ നമ്മുടെ അമ്മമാരൊക്കെ കൺമഷി എഴുതുകയും പൗഡർ ഇടുകയും ഒക്കെ ചെയ്യുമല്ലോ, അതുകൊണ്ട് അങ്ങ് ചെയ്തതാണ്. അതെ, ഇങ്ങനെ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൗഡർ ഉപയോഗിക്കുമ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ ലങ്സിനകത്തോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. ലങ്സിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ശ്വാസം മുട്ടൽ പോലെയുള്ള അസുഖങ്ങൾ, ആസ്മ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് ലങ്സിന് ബേസിക്കലി കേടാണ്. അത് മാത്രമല്ല, ഡ്രൈ സ്കിന്നിന് ചാൻസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആവും. നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് മോയ്സ്ചറൈസറാണ്. അതും വെള്ളത്തിൻ്റെ മേളിൽ കൂടെ വേണം അത് അപ്ലൈ ചെയ്യാൻ. അതുപോലെ തന്നെ ഈ കാജൽ പുരട്ടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഇവിടെ ഒരു ചെറിയ ട്യൂബുണ്ട്, മൂക്കിലോട്ട് പോകുന്ന ഒരു ട്യൂബ്. നമ്മൾ കരയുമ്പോഴൊക്കെ വെള്ളം നമ്മുടെ മൂക്കിൽ കൂടെ വരുന്നത് കണ്ടിട്ടില്ലേ? ആ ട്യൂബ് ബേബീസിൽ അടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പാടാണ് അത് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. സോ ബെറ്റർ നമ്മൾ മൂക്കിൻ്റെ മുകളിലോട്ട് കാജൽ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ നമ്മൾ ബേബീസിൽ നമ്മൾ ബേസിക്കലി ഈ പൗഡർ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. സാറേ, അത് മാത്രമല്ല, കുറേ സ്റ്റഡീസിൽ ഈ പെരിനിയൽ ടാൽക്കം പൗഡേഴ്സും ഓവറിയൻ ക്യാൻസറും തമ്മിലും ഒരു അസോസിയേഷൻ ഉണ്ടെന്നും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ കഴിവതും ആ പെരിനിയൽ ഏരിയയിലൊക്കെ പൗഡർ അവോയ്ഡ് ചെയ്യുന്നതിനാണ് നല്ലത്.